ഹേയ് ഹലോ. ഒരു കാറിൻ്റെ ടയറ് പഞ്ചർ ശരിയാക്കാനായിട്ട് വന്നപ്പോൾ കിട്ടിയ ഒരു എട്ടിൻ്റെ പണിയുടെ കഥ പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഫ്രണ്ട് ടയറിലെ തേഞ്ഞ ടയർ മാറ്റാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത്, സാറേ ഈ ടയറിൻ്റെ എഡ്ജ് ലീക്കാണ്, അപ്പോൾ ടയറിൻ്റെ ഇതുകളൊക്കെ ആയിട്ട് അങ്ങനെ ടയർ എന്തായാലും മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ടയർ മാറ്റിയപ്പോൾ അവർ പറഞ്ഞു നമുക്ക് സാരില്ല സാറേ, നമുക്ക് സ്റ്റെപ്പിനിടാന്ന് പറഞ്ഞു. അങ്ങനെ ഈ സ്റ്റെപ്പിനെടുത്ത് കഴിഞ്ഞപ്പോൾ അത് അതിലും കഷ്ണം കമ്പിയൊക്കെ കണ്ട് വളരെ മോശമായിട്ടുള്ള ടയറാണ് സ്റ്റെപ്പിനായിട്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇവർ പറഞ്ഞു വന്നാൽ സാറേ നമുക്ക് കുഴപ്പമില്ല, സ്റ്റെപ്പിനേക്ക് വേറെ ടയർ അത് മാറ്റിയിടാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, സ്റ്റെപ്പിനേക്ക് ടയർ മാറ്റിയിടാന്ന് ഞാനും പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു സാർ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്, സ്റ്റെപ്പിനേൻ്റെ ടയറിൻ്റെ ഇത് മാറ്റാനായിട്ട് ദൂരി കഴിഞ്ഞപ്പോൾ എല്ലോയ്ക്ക് ഇച്ചിരി ക്രാക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലോയുടെ ക്രാക്ക് ശരിയാക്കണമെങ്കിൽ ഇനി ഒന്നില്ലെങ്കിൽ സാറ് പോയിട്ട് അത് വെൽഡ് ചെയ്തിട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ അലോയ് വെൽഡ് ചെയ്യാനായിട്ട് അത് കൊണ്ടു കൊടുക്കാൻ പോകണം. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ടയർ മാറ്റാൻ പോയി ഞാൻ ലാസ്റ്റ് 3 ടയർ മാറ്റേണ്ട അവസ്ഥയായി. ഈ കഷ്ടകാലം തലയ്ക്ക് മീതെ വട്ടം കറങ്ങാന്ന് പറയില്ലേ, അതായിരുന്നു ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. ഇതിലും വലിയൊരു എട്ടിൻ്റെ പണി ഇനി എനിക്ക് വേറെ കിട്ടാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒറ്റ ടയർ മാറ്റാൻ പോയിട്ട് പകരം 3 ടയർ അതും ഇതും ഓരോന്നായിട്ട് അയക്കേണ്ട അവസ്ഥ. പിന്നെ ആ ചേട്ടന്മാരെ നല്ലതായിരുന്നു കേട്ടോ, അവർ വളരെ ഭംഗിയായിട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അവർ വളരെ നീറ്റായിട്ട് നമ്മുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരത് പെരുമാറി എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ആ വേഗം എന്തായാലും പോയിട്ട് അവർ അലോയ് മാറ്റിയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതും കൂടി മാറ്റിയിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്.